എല്ലാവർക്കും രാവിലത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലത്തെ വീഡിയോ ആണ് രാവിലത്തെ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും രാവിലത്തെ ഗുഡ് മോർണിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോൾ അറിയില്ല, ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് രാവിലത്തെ പരിപാടികളാണ്. ഇപ്പോൾ സംക്രാന്തി പണി അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് അത് കുറച്ച് ഇത് കുക്കിങ് ഇടയിൽ കൂടെ അങ്ങനെ എല്ലാം മിക്സായിട്ടുള്ളൊരു പരിപാടികളാണ്. എല്ലാം കൂടി മിക്സിങ്ങാണ്. അപ്പോൾ രാവിലെ നീറ്റ് വന്ന് ബാത്റൂമൊക്കെ പോയി ഫ്രഷപ്പൊക്കെ കൈ വന്ന ശേഷം കുളിച്ചിട്ടില്ല കേട്ടോ, കുളിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ കഞ്ഞി വേണം. അപ്പോൾ അപ്പോഴേക്കും വേവണമല്ലോ നേരത്തെ. അപ്പോൾ അതിന് വേണ്ടി അരിയൊക്കെ ഇട്ട് പോയി കുളിക്കാം വെച്ച് കുറച്ച് ക്ലീനിങ് പണിയൊക്കെ ഇടയിൽ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുളിക്കണുള്ളൂ. എപ്പോഴും നേരത്തെ കുളിക്കും. ഓരോരോ ദിവസങ്ങൾ പണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റാവും. അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് ഇപ്പം ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ. ഒരേമാതിരി ഇതാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ നിറയെ പണികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നു, ജനലും വാതിലൊക്കെ തുറന്ന് ലൈറ്റുകളൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് വെണ്ണീറൊക്കെ ക്ലീൻ ചെയ്യാണ്. അതിനുള്ള വെണ്ണീറൊക്കെ നല്ല വെണ്ണീരെന്ന് പറയും, ചാമ്പലെന്നും പറയും, ഇനി എന്താ പറയുക അറിയില്ല, നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ വിറകൊക്കെ മാറ്റി വെച്ച് അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ തുടച്ച് വിട്ട് വെള്ളം ഇതൊക്കെ ആക്കി തുടച്ച് വിട്ട് കുറച്ച് വെള്ളം വയ്ക്കുക. ആദ്യം കുളിക്കാനുള്ള വെള്ളമാണ് അത്. എനിക്കല്ല, നമ്മുടെ വീട്ടിലെ അവർക്ക് കുളിക്കണം. അപ്പോൾ അതിനുള്ള ചുടുവെള്ളമാണ് ആദ്യം കുറച്ച് വയ്ക്കുക. അടുപ്പ് കത്തിക്കാത്തപ്പോൾ കറണ്ട് അടുപ്പിലോ അങ്ങനെ ഗ്യാസ് അതിലും വയ്ക്കും. അധികം 3/4 ഭാഗവും കത്തിക്കും. അടുപ്പ് വിറകുണ്ട്, അപ്പോൾ അവിടെ കത്തിക്കും. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുകയാണ്. ഓരോ ആൾക്കാർക്ക് ഓരോരോ മതിയെല്ലാം ഇഷ്ടപ്പെടും. അതുമാതിരിക്ക് അടുപ്പ് കത്തിക്കാൻ നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഓലയൊക്കെ ഇട്ട് കത്തിക്കുക. അപ്പോൾ ഇന്ന് ഓല എടുത്ത് വയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണെണ്ണ ഒരു 2-3 തുള്ളി ഒഴിച്ചാൽ മതി. ഒരു മൂടി ഇത്രയൊക്കെ വേണ്ട. അതിൻ്റെ മൂടിയിൽ ഒരു മൂടി വെച്ചാൽ അതിൽ നല്ല ഉണങ്ങിയ വെള്ളത്തിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. സുഖമാണ് കത്തിക്കാൻ. അപ്പോൾ അതിൽ തുള്ളി വെച്ചിട്ട് കൊടുത്തു. അത് കത്തിപ്പിടിക്കുമ്പോൾ ആൾ വിട്ടുപോയി, എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ അതിട്ടു. അത് നേരെ കത്തിയില്ല. ഇത് വീണ്ടും കത്തിക്കുകയാണ്. ചെറിയ വിറകുകൾ ചീന്തിയിട്ട് അതിന് എടുത്തിട്ട് ഉള്ളിലിട്ടിട്ട് ചിരട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കത്തിപ്പിടിപ്പിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് പണി ഇതാണ് കേട്ടോ. അപ്പോൾ കത്തിച്ച് പിടിപ്പിച്ചു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തോളൂ, സന്തോഷത്തോടുകൂടെ ലൈക്ക് ചെയ്തോളൂ, ഒന്നും കുഴപ്പമില്ല. കമൻ്റ് ഇടൂ. ഓക്കെ വാ. വ്യത്യാസങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതാണ് ഇടുന്നത്. അപ്പോൾ വീണ്ടും എൻ്റെ അടുപ്പ് ശരിക്കും കത്തിയില്ല. വീണ്ടും അയാളൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. പേപ്പർ കഷ്ണമൊക്കെ എടുത്ത് പിന്നെ വീണ്ടും കത്തിച്ചിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓലുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും, സുഖമാണ്. ചിലപ്പോൾ ഓരോരുത്തരൊക്കെ മറന്നു പോയി. എപ്പോഴും പറയാൻ പറഞ്ഞില്ലേ, ഒരേ മാതിരി ആയിരുന്നു വരും. ചില ദിവസങ്ങളൊക്കെ അങ്ങനെയൊക്കെ മാറി മറിയും. നമ്മൾ മനുഷ്യന്മാരല്ലേ, എന്താ ചെയ്യുക. ചിലപ്പോൾ എടുക്കാൻ പോകാൻ മടിയാകും. അപ്പോൾ വീണ്ടും ഞാൻ തുള്ളിയും കൂടി അത്ര എണ്ണ ഒഴിക്കണ്ടുള്ളൂ, കുറച്ചും കൂടി മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം പെട്ടെന്ന് കത്തിപ്പിടിക്കുക. നല്ല ഉണങ്ങിയ വിറകാണ്, അതുകൊണ്ട് വേഗം കത്തിപ്പിടിച്ച സുഖമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പാണ് കത്തിച്ചു നല്ല ഐശ്വര്യമായിട്ട്. ചിലപ്പോൾ ഓരോരുത്തർ കത്തിക്കും. അങ്ങനെ കണ്ടു കത്തുന്നത്. അപ്പോൾ ഞാൻ കത്തുന്നത് വീണ്ടും ക്യാമറേനെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് കാണിച്ചു തരികയാണ്. നല്ല ഭംഗിയായിട്ട് കത്തുന്നുണ്ട്, സന്തോഷമായിട്ട് കത്തുന്നുണ്ട് അല്ലേ. എനിക്ക് തീ കത്തിക്കാൻ ഇഷ്ടമാണ്, അത് കാണാനും ഇഷ്ടമാണ്. അടുപ്പ് കത്തിക്കാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. അതവിടെ കത്തിച്ച് വെച്ചിട്ട് വീണ്ടും നമ്മുടെ പുറത്തേക്ക് വന്നു. നമ്മുടെ മുറ്റത്തുള്ള പണികൾ കുറച്ച് ചെറുതായിട്ട് വെള്ളം കുറച്ച് അടിച്ച് വിട്ടിട്ട് ഒന്നങ്ങോട്ട് നമ്മടത്തുള്ള കുപ്പയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമുക്ക് രാവിലത്തെ പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വിട്ട്, വെള്ളമൊക്കെ ഒന്ന് അടിച്ച് വിട്ടും പുറത്ത് കൂടിയും ഒന്ന് അടിച്ച് വിട്ടിട്ട് വീണ്ടും ചെളിക്ക് പോകണം. അപ്പോൾ ഇതാദ്യം ചെയ്യട്ടെ.
അപ്പോൾ അതും ഇതും എല്ലാം കൂടിയുള്ള പണികളാണ്. രാവിലത്തെ കുറച്ച് പരിപാടികൾ ഓരോരുത്തരും ഓരോരോ മാതിരി ചെയ്യും. നമുക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു അതേപോലെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു കുപ്പകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അടിച്ച് മാറ്റിക്കളയാം. അതാണ് പരിപാടി. അത് കഴിഞ്ഞു. അതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടായി. ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളം വീണ്ടും അടുപ്പത്തേക്ക് വയ്ക്കാൻ പോകുന്നു. ചൂടായ വെള്ളം ഇറക്കി വെച്ചു. നമ്മൾ ചൂടുള്ള വെള്ളം അടച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. ചോറിന് വയ്ക്കുമ്പോൾ രാവിലെ ഉച്ചയാകുമ്പോഴേക്കുള്ള ചോറുമാണ്. കുറച്ച് കഞ്ഞി എടുത്ത് വയ്ക്കും. ടിഫണും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ടിഫൺ വേണ്ടാന്ന് കഞ്ഞി കുടിക്കണമെന്നാവും. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പെട്ടെന്ന് വെക്കുന്നത്. കഞ്ഞിയാണ് അധികം ഇഷ്ടം. അപ്പോൾ എന്താ ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. എത്രയല്ലേ പണിയുള്ളൂ. നമ്മൾ എപ്പോഴായാലും ഫുഡ് ഉണ്ടാക്കണം. എന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരി ഇടാൻ പോവുകയാണ്. പരിയൊക്കെ കഴുകി ഇതാക്കാൻ പോവുകയാണ്. അരിയൊക്കെ 2-3-4 പ്രാവശ്യം കഴുകണം. എന്ന് വെച്ചപ്പോൾ എല്ലാം കെമിക്കൽസ് ഇട്ടിട്ട് വരുന്ന ഇതാണ്. അതുകൊണ്ട് എല്ലാവരും അരിയൊക്കെ 2-3-4-5 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ നല്ല വാഷ് ചെയ്യണം കേട്ടോ. എല്ലാ അരികളും ഏതരി ആയാലും വേണ്ടില്ല. ഇച്ചിരി വെള്ളം കൊണ്ട് കഴുകണോ അതിന് കഴുകാം. അപ്പോൾ നമ്മുടെ അരി കഴുകി ഇടാൻ പോവുകയാണ് അടുപ്പത്ത്. അത് വേവുമ്പോഴേക്കും നമുക്ക് പിന്നെ കുറച്ച് എന്തെങ്കിലും ജോലികൾ ചെയ്യാമല്ലോ. അതൊക്കെയാണ് അതിൻ്റെ ഐഡിയ. പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചേ എടുത്തിട്ടുള്ളൂ വീഡിയോ. അപ്പോഴേക്ക് വളരെ കുറച്ച് പണി വന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ്. നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇനി അരി അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചും കൊണ്ട് ചെയ്യാം പണി. അതിന് ശേഷം കുളിക്കണം. ഹാളിലേക്ക് വന്നു. ഹാളിൽ കുറച്ച് ക്ലീനിങ് ഇന്നലെ കുറച്ച് ചെയ്തു. അപ്പോൾ ഇന്നും കൂടി കുറച്ചും കൂടെ ബാക്കി നടന്നു. TV സ്റ്റാൻഡൊക്കെ തുടയ്ക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ അത് തുടച്ച് വിട്ടിട്ട് നമുക്ക് തുടച്ച് കഴിഞ്ഞ് വീണ്ടും ആ കുപ്പ താഴത്തേക്ക് വീഴുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫസ്റ്റായി ചെയ്യുന്നത്. പിന്നെ വീണ്ടും നമ്മൾ തുടച്ച് വീണ്ടും നമുക്കത് ചെയ്യണ്ടേ. അപ്പോൾ ഒന്നാണ് തട്ടിക്കൂട്ടി അത് തുടച്ച് വിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഹാള് തുടച്ച് വിടാം. തുടച്ച് വിടാം. അപ്പോൾ അങ്ങനെ അതൊന്ന് തുടച്ച് വിടുകയാണ്. എല്ലാവരുടെ വീട്ടിലും പണികളാവും. രാവിലത്തെ തിരക്കുണ്ടാവും. ഓരോരുത്തരുടെ വീട്ടിൽ ഓഫീസ്, സ്കൂള് അങ്ങനെയുള്ളവർക്ക് അത് ആ തിരക്കാവും. അങ്ങനെ ഓരോരോ വീട്ടിലും ഓരോ തരത്തിലുള്ള തിരക്കുകളും ജോലികളും പണികളൊക്കെ ആവും അല്ലേ എല്ലാവർക്കും. നമുക്ക് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ക്ലീനിങ് കഴിയാത്തൊരു പരിപാടിയാണ്. ഇടയ്ക്കാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊക്കെയാണ് അതിൻ്റേതായ ഒരിത്. അപ്പോൾ എത്തണില്ല. അപ്പോൾ ഞാൻ ചെറിയ സ്റ്റൂള് മാതിരിയൊന്നുമില്ലേ അത് വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിട്ട് ബാക്കി മേലെ തുടയ്ക്കണത് ഉയരാണ്. അപ്പോൾ 2 സൈഡും തുടച്ച് വിട്ട ശേഷം നമുക്ക് അടിച്ചോരി തുടയ്ക്കാം. അങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളാണ്. പണിയുണ്ടോ? ഉണ്ട്. പണി ഇല്ലയോ? ഇല്ല. അങ്ങനെയാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അവന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ നമ്മളവനെ വിടാം. പക്ഷെ കുപ്പയും പൊടിയൊക്കെ അടിഞ്ഞ് കിടന്നാൽ നന്നായിട്ടുള്ളത് അല്ലേ.
എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല. പക്ഷെ എപ്പോഴൊന്നും ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഡെയിലി തുടച്ചു കൊണ്ടൊന്നിരിക്കില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്യും. നല്ല പൊടിയായിന്ന് കണ്ട അത് സമയം കാലം നേരമൊന്നും അങ്ങനെ നോക്കലില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ പണികൾ. അപ്പോൾ അടിച്ച് ഓരി തുടച്ചു കഴിഞ്ഞു. ഞാൻ കുളിക്കാൻ പോയി, കുളിച്ച് വന്നു. അപ്പോൾ നമ്മുടെ കൂടെ ചെറിയൊരു നമ്മുടെ റാന്തൽ വിളക്കിൽ, കമ്പറാന്തൽ, റാന്തൽ എന്നൊക്കെ പറയുന്നതൊക്കെ പല പേരുണ്ടല്ലോ പണ്ടത്തെ. അപ്പോൾ അങ്ങനത്തെ ആ വിളക്കല്ല, ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ കത്തിച്ച് പോകും. കത്തില്ല, അതിൽ അടിയിൽ സ്വിച്ച് ഉണ്ട്. അതിട്ട കത്തുമ്പോൾ നല്ല ഭംഗിയൊക്കെ കാണാം. അപ്പോൾ അതൊന്ന് കത്തിച്ച് നോക്കിയതാണ്. ആ ക്ലീൻ ചെയ്യുമ്പോൾ ഹാളിലായിരുന്നു. അപ്പോൾ എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ അതൊന്ന് അതിൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ അത് നല്ല ഭംഗിയിൽ കത്തുന്നുണ്ട്. കണ്ടോ, അടിയിലെ സ്വിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയിലെ സ്വിച്ചാണ്. അത് ഇട്ടപ്പോൾ സൂപ്പറായി കത്തി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും